അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ പ്രോബ്ലംസാണ് കാണുന്നതെങ്കിൽ, ഓക്കെ, മറ്റുള്ളവരിൽ നമ്മൾ പ്രശ്നങ്ങളാണ് കാണുന്നത്, അത് വെച്ചിട്ട് അയാളെ ജഡ്ജ് ചെയ്യാൻ, എന്നിട്ട് നമ്മളൊരു സുപ്പീരിയർ പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം താല്പര്യപ്പെടുന്നു. ആ വ്യക്തി ടൂറ് പോകുമ്പം, അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പം ഇതിലെല്ലാം നമ്മൾ ഇൻവോൾവ്ഡ് ആവുകയും ആ വ്യക്തിയുടേതായ ചില കാര്യങ്ങൾ ചെയ്യുമ്പം അപ്പം അയാളെ മാറ്റി നിർത്താനുള്ള താല്പര്യം, അല്ലെങ്കിൽ അയാൾ ചെയ്തത് തെറ്റാണ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നമ്മുടെ ശരീരത്തിനെ രോഗം ബാധിച്ചു കഴിഞ്ഞു. കാരണം ഞാൻ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് ഞാൻ എന്നെ കണക്കൂട്ടുന്നത്. അല്ലാതെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പം ഞാൻ കുറച്ച് സമൂഹം നല്ലതെന്ന് പറയുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാവും. അടുത്ത വ്യക്തിയെപ്പറ്റി അയാളുടെ കഷ്ടപ്പാട് മറച്ചു വെക്കാൻ വേണ്ടി സമൂഹത്തിൽ മോശമെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാവും. അപ്പം നമ്മളെന്താണ്, ആ മോശം നമ്മളിലേക്ക് കൊണ്ടുവരികയും ആ വ്യക്തി ശരിയല്ല എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ചെയ്യുന്ന ശരിയായ പ്രവർത്തനം നമുക്ക് നമ്മളിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കണില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി നല്ലൊരു ബന്ധത്തിന് നമ്മളെ അവസരം അവിടെ കിട്ടണില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാലും ആ അവസരത്തെ ഉപയോഗിക്കാൻ നമുക്കറിയില്ല. കാരണം എന്താ? ഞാൻ ചെയ്ത പ്രവർത്തനമാണ്. ഞാൻ ചെയ്ത പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അഹങ്കാരമാണ്. മനസ്സിലായ? കാരണം നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തനം എന്നൊരാൾ പറയുമ്പോൾ തന്നെ അവിടെ അഹങ്കാരം വന്ന്, എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയെയല്ല നമ്മൾ ഇഷ്ടപ്പെടാൻ പോകേണ്ടത്. നമ്മളെ ഇഷ്ടപ്പെടുമ്പം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഭാഗം, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ.